ഹലോ ഓൾ, മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഞാൻ എല്ലാവരെയും വെൽക്കം ചെയ്യുവാണ്. അപ്പോൾ എന്ത് പെട്ടെന്നാണല്ലേ ഒരു 6-7 മാസം തീർന്നു പോയത്. നമ്മുടെ FSOൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്ന പോലെയാണ് തോന്നുന്നത്. ഇപ്പോൾ അത് എക്സാമിൻ്റെ ഡേറ്റും വന്നു. നമ്മുടെ അടുത്ത മാസം എക്സാമാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സസ് ഒക്കെ എടുത്തു കഴിഞ്ഞു, റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും റിവിഷൻ്റെ തിരക്കിലാണ്. അപ്പോൾ നിങ്ങളുടെ റിവിഷൻ ഒന്നും കൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ റിവിഷൻ ക്ലാസ് ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ന്യൂട്രീഷണൽ ബയോകെമിസ്ട്രി ആൻഡ് ഫുഡ് അനാലിസിസിൻ്റെ 3ാമത്തെ റിവിഷൻ ക്ലാസ് നോക്കാം. ഓൾറെഡി 2 റിവിഷൻ ക്ലാസ് നമ്മൾ പഠിച്ചതാണ് അല്ലേ. 2 ക്ലാസ് നമ്മളൊരു 25-30 ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമ്മൾ റിവൈസ് ചെയ്തു. അപ്പോൾ ഇന്നും നമുക്ക് അതേപോലെ ഏകദേശം ഒരു 30 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്തിട്ട് എടുക്കാം. നമ്മളെ പ്രോട്ടീൻസ്, ലിപ്പിഡ്സിനൊക്കെ കുറിച്ചിട്ടുള്ള റിവിഷൻ ക്ലാസ് ആയിരിക്കും ഇന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റോൾ ഓഫ് ഫോസ്ഫോലിപ്പേസ് A2? അപ്പോൾ ഫോസ്ഫോലിപ്പേസ് A2 എന്താന്ന് ആദ്യം ഓർമ്മിക്കണം, എന്നാലാണ് ഫോസ്ഫോലിപ്പേസ് A2ൻ്റെ പണി എന്താന്ന് നമുക്ക് ഓർമ്മ വരത്തുള്ളൂ അല്ലേ. Okay, but anyway, what is the role of phospholipase A2? Removes fatty acid from carbon, second carbon of phospholipids to produce lysolecithin and a free fatty acid. Removes fatty acid from first carbon of phospholipids to produce lysolecithin and a free fatty acid. Removes fatty acid from second carbon of phospholipids to produce glycerol and a free fatty acid. Removes fatty acid from first carbon of phospholipid to produce glycerol and a free fatty acid. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ആദ്യം ഏത് കാർബണാന്ന് അറിഞ്ഞിരിക്കണം, ഏത് കാർബണിൽ നിന്നുമാണ് ഫാറ്റി ആസിഡിനെ റിമൂവ് ചെയ്യുന്നത്, ഓൾസോ എന്താണ് അവിടെ ഫോം ചെയ്യുന്ന പ്രൊഡക്ട്സ് എന്ന് അറിയണം അല്ലേ. ഇപ്പോൾ ഫോസ്ഫോലിപ്പേസ് A2 ആണ്. നമ്മുടെ ഫോസ്ഫോലിപ്പേസ് 2 ടൈപ്സ് ഉണ്ട്, A1 ഉണ്ട്, A2 ഉണ്ട്. ഫോസ്ഫോലിപ്പേസ് ഫോസ്ഫോലിപ്പിഡ്സിൻ്റെ മേലെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫോസ്ഫോലിപ്പിഡ്സിനെ ഡൈജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫോസ്ഫോലിപ്പിഡ്സിൻ്റെ ഹൈഡ്രോലൈസിസ് നടത്തിയിട്ട് അതിനെ വേറെ 2 കോമ്പൗണ്ട്സ് ആക്കി മാറ്റുന്നു അല്ലേ. അപ്പം അതാണ് ഫോസ്ഫോലിപ്പേസിൻ്റെ പണി. അപ്പോൾ എന്താണ് അക്യുറേറ്റ് ഫോസ്ഫോലിപ്പേസിൻ്റെ പണി എന്താണ് നിങ്ങൾ വേണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓപ്ഷൻ A ആണോ, B ആണോ, C ആണോ, D ആണോ, ഏതാണ് ആൻസർ എന്ന് നിങ്ങൾ വേണം കണ്ടുപിടിക്കാൻ. സോ ഏതായിരിക്കും? റിമൂവ്സ് ഫാറ്റി ആസിഡ്, ഏത് കാർബണിൽ നിന്നാണ് ഫാറ്റി ആസിഡിനെ റിമൂവ് ചെയ്യുന്നത്, എന്താണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എന്തായിരിക്കും നമ്മുടെ ആൻസർ വരിക? ദ ആൻസർ ഈസ് ഓപ്ഷൻ A ആണ് അല്ലേ. ഓപ്ഷൻ A അല്ലേ വരിക. ഫോസ്ഫോലിപ്പിഡ്സിന്റെ 2ാമത്തെ കാർബണിൽ നിന്നും ഫാറ്റി ആസിഡിനെ റിമൂവ് ചെയ്തുകൊണ്ട് അവിടെ ഒരു ലൈസോലെസിത്തിനെയും ഒരു ഫ്രീ ഫാറ്റി ആസിഡിനെയുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഫോസ്ഫോലിപ്പേസ് എന്ന് പറയുമ്പോൾ 2 ടൈപ്സ് ഉണ്ട്. ലിപ്പേസ് A1 ആൻഡ് A2 ഉണ്ട്. ഇത് നമ്മൾ പാൻക്രിയാസിലുള്ള ഫോസ്ഫോലിപ്പിഡ്സിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന ഒരു എൻസൈമാണ്. ഫോസ്ഫോലിപ്പിഡ്സിന്റെ ഹൈഡ്രോലൈസിസ് നടത്തുന്ന എൻസൈമാണ് അല്ലേ. അതിൽ ഫോസ്ഫോലിപ്പേസ് A2 എന്താണ് ചെയ്യുന്നത്? ഫോസ്ഫോലിപ്പിഡ്സിലെ 2ാമത്തെ കാർബണിൽ നിന്നും ഒരു ഫാറ്റി ആസിഡിനെ റിമൂവ് ചെയ്തുകൊണ്ട് അവിടെ ഒരു ലൈസോലെസിത്തിനെയും ഫ്രീ ഫാറ്റി ആസിഡിനെയും റിമൂവ് ചെയ്യുന്നു അല്ലേ. ഓൾസോ ഈ ഒരു ഫോസ്ഫോലിപ്പേസ് A2 ആദ്യം എന്താണ്, ഒരു സൈമോജൻ അല്ലെങ്കിൽ ഇനാക്റ്റീവ് എൻസൈം ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനെ ആരാണ് നെക്സ്റ്റ് ആക്റ്റീവ് ആക്കി മാറ്റുന്നത്? ട്രിപ്സിൻ എന്ന നമ്മുടെ എന്താണ് പ്രോട്ടിയോലിറ്റിക് എൻസൈം ആണ് അതിനെ ആക്റ്റീവ് ആക്കി മാറ്റുന്നത് അല്ലേ. ഓക്കെ, അപ്പം അത്രയാണ് നമ്മുടെ ഫോസ്ഫോലിപ്പേസ് A2 വരുന്നത്. 2ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദി ഫോളോയിങ് ഈസ് എൻ എൻഡ് പ്രൊഡക്റ്റ് ഓഫ് ലിപ്പിഡ് ഡൈജഷൻ? ലിപ്പിഡ്സിന്റെ ഡൈജഷൻ നടന്നു കഴിഞ്ഞാൽ അതിലത്തെ ഒരു എൻഡ് പ്രൊഡക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലൈസോഫോസ്ഫോലിപ്പിഡ്, 2 മോണോ അസൈഡ് ഗ്ലിസറൈഡ്, കൊളസ്ട്രോൾ, ഓൾ ഓഫ് ദി അബവ്. എന്തായിരിക്കും? ലിപ്പിഡ് ഡൈജഷന്റെ എൻഡ് പ്രൊഡക്റ്റിനെയാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാവരും ഈ തന്നിരിക്കുന്ന എല്ലാതും എൻഡ് പ്രൊഡക്ട്സ് ആണോ, അത് ഏതെങ്കിലും ഒരാൾ മാത്രമാണോ? ലൈസോഫോസ്ഫോലിപ്പിഡ്സ് ആണോ, 2 മോണോ അസൈഡ് ഗ്ലിസറൈഡ് ആണോ, കൊളസ്ട്രോൾ ആണോ? ഏതായിരിക്കും? ഓപ്ഷൻ A, B, C, D. ഏതാണ് നമ്മുടെ ആൻസർ വരുന്നത്? ദ ആൻസർ ഇസ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ B ആണ് അല്ലേ. ആണോ? അല്ല, B അല്ല. ഏതാണ് ആൻസർ വരുന്നത്? ഓൾ ഓഫ് ദി അബവ് ആണ് വരുന്നത്. ബിക്കോസ് ഇതിൽ എന്തൊക്കെയുണ്ട്? ലൈസോഫോസ്ഫോലിപ്പിഡ് ഉണ്ട്, 2 മോണോ അസൈഡ് ഗ്ലിസറൈഡ് ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്. അപ്പോൾ ഈ 3 ആൾക്കാരും എന്താണ്, നമ്മുടെ ലിപ്പിഡ്സിന്റെ ഡൈജഷൻ നടന്നു കഴിഞ്ഞാൽ അവിടുത്തെ എൻഡ് പ്രൊഡക്റ്റ് ആണ് അല്ലേ. കാരണം കൊളസ്ട്രോൾ
കൊളസ്ട്രോൾ എസ്റ്ററേസ് എന്ന എൻസൈം എന്ത് ചെയ്യുന്നുണ്ട്? കൊളസ്ട്രോൾ എസ്റ്റേഴ്സിനെ ഡൈജസ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ കൊളസ്ട്രോളിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഫോസ്ഫോലിപ്പിഡ്സിന്റെ ഡൈജഷൻ നടക്കുന്നുണ്ട്. പിന്നെ ഡൈഗ്ലിസറൈഡ്സിന്റെയും ട്രൈഗ്ലിസറൈഡ്സിന്റെയും ഡൈജഷൻ നടക്കുന്നുണ്ട്. ഇവരുടെ എല്ലാവരും ഡൈജഷൻ നടന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ഓപ്ഷൻസിൽ തന്നിരിക്കുന്ന മൂന്നാളുടെയും എന്ത് നടക്കും? മൂന്നാളും അവിടെ എൻഡ് പ്രൊഡക്ട്സ് ആണ്. ഇനി അത് കൂടാതെ നോക്കൂ, ഫ്രീ ഫാറ്റി ആസിഡ്സ് വരും, ഗ്ലിസറോള് വരും. പിന്നെ ആരൊക്കെയുണ്ട്? നമ്മൾ ഓപ്ഷൻസിൽ പറഞ്ഞ 2 മോണോഐസൈൽ ഗ്ലിസറൈഡ് ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, ലൈസോഫോസ്ഫോലിപ്പിഡ് ഉണ്ട്. അപ്പൊ ഇത്രയും ആൾക്കാർ എന്താണ്? ലിപ്പിഡ്സിന്റെ ഡൈജഷൻ നടന്നു കഴിയുമ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻഡ് പ്രോഡക്ട്സ് ആകുന്നു. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കൈലോമൈക്രോൺ ഡസ് നോട്ട് ഇൻക്ലൂഡ്. കൈലോമൈക്രോൺ എന്താ നമ്മൾ പഠിച്ചിരുന്നു? കുറച്ച് 2-3 കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ഒക്കെ ചേർന്നിട്ടാണ് കൈലോമൈക്രോൺ ഉണ്ടാകുന്നത്, വിച്ച് ഹെൽപ്സ് ഇൻ ദി അബ്സോർപ്ഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ലിപ്പിഡ്. അപ്പം അതിൽ കൈലോമൈക്രോണിൽ ഇൻവോൾവ് ഇല്ലാത്ത സാധനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോസ്ഫോലിപ്പിഡ്, കൊളസ്ട്രോള്, 2 മോണോ അസൈൽ ഗ്ലിസറൈഡ്, ട്രൈഗ്ലിസറൈഡ്. ഇതിൽ ഏതായിരിക്കും കൈലോമൈക്രോണിൽ ഇൻക്ലൂഡ് ആകാത്തത്? ഫോസ്ഫോലിപ്പിഡ് ആണോ, കൊളസ്ട്രോൾ ആണോ, 2 മോണോഐസൈൽ ഗ്ലിസറൈഡ് ആണോ, ട്രൈഗ്ലിസറൈഡ് ആണോ? ABCD ഓപ്ഷൻ ഏതായിരിക്കും നമ്മുടെ ആൻസർ വരിക? ദ ആൻസർ ഇസ് ഓപ്ഷൻ സി ആണോ? അല്ല, ബി ആണോ? ഏതാണ് നമ്മുടെ ആൻസർ? നിങ്ങൾ എല്ലാവരും ആൻസർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി തന്നെയാണ്, 2 മോണോ അസൈൽ ഗ്ലിസറൈഡ് അല്ലേ. നമ്മുടെ കൈലോമൈക്രോൺസിൽ എന്തടങ്ങിയിട്ടില്ല? 2 മോണോ അസൈൽ ഗ്ലിസറൈഡ് അടങ്ങിയിട്ടില്ല. ഇനി എന്താണ് കൈലോമൈക്രോൺസ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ലിപ്പിഡ്സിന്റെ ഡൈജഷൻ നടന്നു കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ആ ഒരു ഫാറ്റ്, കൊളസ്ട്രോള്, അതിൻ്റെയൊക്കെ ട്രാൻസ്പോർട്ടിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ലിപ്പോ പ്രോട്ടീൻസ്, ലാർജ് ലിപ്പോ പ്രോട്ടീൻസ് ആണ് കൈലോമൈക്രോൺസ് എന്ന് പറയുന്നത്. ഇവരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താ? നമ്മളെ ഡയറ്ററി ലിപ്പിഡ്സ്, കൊളസ്ട്രോള്, ഫാറ്റി ആസിഡ്സ് ഇവരൊക്കെ ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? കൈലോമൈക്രോൺസ് ഉണ്ടാകുന്നത്. നോക്കൂ, കൊളസ്ട്രോൾ എസ്റ്റേഴ്സ് ഉണ്ട്, ട്രൈഗ്ലിസറൈഡ്, ഫ്രീ കൊളസ്ട്രോള്, ഫോസ്ഫോലിപ്പിഡ്സ്, അപ്പോലിപ്പോ പ്രോട്ടീൻ ബി ഇവരൊക്കെ ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? കൈലോമൈക്രോൺസ് ഉണ്ടാകുന്നത്. ഇതിൽ എന്തടങ്ങിയിട്ടില്ല? 2 മോണോ അസൈൽ ഗ്ലിസറൈഡ് അടങ്ങിയിട്ടില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ ലീനിയർ സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്സ് റെപ്രസെന്റ്. അമിനോ ആസിഡ്സ് ഇങ്ങനെ ലീനിയർ സീക്വൻസ് ആണ്. ഓരോ അമിനോ ആസിഡ്സിനെ ഇങ്ങനെ ലീനിയർലി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ദാറ്റ് മീൻസ് അതെന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ക്വാട്ടേണറി സ്ട്രക്ചർ, ടെറിഷ്യറി സ്ട്രക്ചർ, സെക്കൻഡറി സ്ട്രക്ചർ, പ്രൈമറി സ്ട്രക്ചർ. ഏതായിരിക്കും? അമിനോ ആസിഡ്സിന്റെ ലീനിയർ സീക്വൻസ് ആണ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ് അല്ലേ. ഓരോന്ന് ആസ്പാർട്ടേറ്റ് കഴിഞ്ഞാൽ ല്യൂസിൻ, ല്യൂസിൻ കഴിഞ്ഞാൽ ഗ്ലൈസിൻ, ഗ്ലൈസിൻ കഴിഞ്ഞാൽ വെലൻ, അങ്ങനെ ഇന്ന അമിനോ ആസിഡ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. ആ ഒരു സീക്വൻസ് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു പ്രോട്ടീൻ്റെ എന്താണ്? ഇറ്റ് ഇസ് പ്രൈമറി സ്ട്രക്ചർ ആണ് അല്ലേ. ഒരു പ്രോട്ടീൻ്റെ പ്രൈമറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു പ്രോട്ടീനിൽ അടങ്ങിയിട്ടുള്ള അമിനോ ആസിഡ്സിന്റെ ലീനിയർ സീക്വൻസിനെയാണ് എന്ത് പറയുന്നത്? പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സ്ട്രക്ചർ ഓഫ് എ പ്രോട്ടീൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്സ് ഫങ്ഷൻ? അപ്പോൾ നമ്മുടെ പ്രോട്ടീനെ നമുക്ക് 4 സ്ട്രക്ചേഴ്സ് ആയിട്ട് പറയാം അല്ലേ. പ്രൈമറി സ്ട്രക്ചർ, സെക്കൻഡറി സ്ട്രക്ചർ, ടെറിഷ്യറി സ്ട്രക്ചർ ഉണ്ട്, ക്വാട്ടർണറി സ്ട്രക്ചർ ഉണ്ട്. ഇതിൽ ഏത് സ്ട്രക്ചറാണ് ആ ഒരു പ്രോട്ടീൻ്റെ ഫങ്ഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? പ്രൈമറി സ്ട്രക്ചർ ഉണ്ട്, സെക്കൻഡറി സ്ട്രക്ചർ ഉണ്ട്, ടെറിഷ്യറി സ്ട്രക്ചർ ഉണ്ട്, ക്വാട്ടർണറി സ്ട്രക്ചർ ഉണ്ട്. ഏതായിരിക്കും? ഏതാണ് ഇവിടെ? ഏതാണ് ആൻസർ വരിക? നമ്മൾ നേരത്തെ സെയിം ആണ്, പ്രൈമറി സ്ട്രക്ചർ തന്നെയാണ്. ബിക്കോസ് ആ അമിനോ ആസിഡ്സിന്റെ ലീനിയർ അറേഞ്ച്മെന്റ്, ഏതൊക്കെ അമിനോ ആസിഡ്സ് ഉണ്ട്, എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത്? ഓരോ പ്രോട്ടീൻ്റെയും ഫങ്ഷൻ ഉണ്ടായിട്ടിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് എ പ്രോട്ടീൻ റെപ്രസെന്റ്. ഒരു പ്രോട്ടീൻ്റെ സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണുള്ളത്? The spatial arrangement of protein by twisting of the polypeptide chain, the linear sequence of amino acid, the 3-dimensional structure, the spatial arrangement of 2 or more polypeptide chains. ഇതിൽ ഏതായിരിക്കും?
സെക്കൻഡറി സ്ട്രക്ചർ ആണ്. അപ്പം എന്തായിരിക്കും വരിക? ഒരു പ്രോട്ടീൻ്റെ ഏതിനെയാണ് സെക്കൻഡറി സ്ട്രക്ചർ എന്ന് നമ്മൾ പറയുന്നത്? ഏതാണ്? ഒരു പ്രോട്ടീൻ്റെ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റിനെയാണ് അല്ലേ, അതിൻ്റെ പോളിപെപ്റ്റൈഡ് ചെയിനിൽ വന്ന ഫോൾഡിങ്ങും കാര്യങ്ങളും, നമ്മുടെ ആൽഫ ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ്സ്, ആൽഫ ഹെലിക്സ് എന്നിങ്ങനെ വരുന്ന സ്ട്രക്ചേഴ്സ് ഒക്കെയാണ് സെക്കൻഡറി സ്ട്രക്ചറിൽ വരുന്നത്. സോ ദ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ഓഫ് പ്രോട്ടീൻ ബൈ ട്വിസ്റ്റിംഗ് ഓഫ് ദ പോളിപെപ്റ്റൈഡ് ചെയിൻ, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? സെക്കൻഡറി സ്ട്രക്ചർ. അപ്പോൾ ഒരു പ്രോട്ടീൻ്റെ പ്രൈമറി സ്ട്രക്ചറിൽ എന്താണ് ഉണ്ടായിരിക്കുക? അതിൽ അമിനോ ആസിഡ്സിൻ്റെ ലീനിയർ സീക്വൻസ് ആണ് ഉണ്ടായിരിക്കുക അല്ലേ. ഇനി സെക്കൻഡറി സ്ട്രക്ചർ ആവുമ്പോഴാണ് ആ ഒരു പെപ്റ്റൈഡ് ബോണ്ട്, നമ്മളെ പ്രോട്ടീൻസിൽ കാണപ്പെടുന്ന പെപ്റ്റൈഡ് ബോണ്ടിൽ എന്തുണ്ട്? ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. അതെന്ത് ചെയ്യുന്നു? അതിൽ കാണുന്ന അമിനോ ആസിഡ്സിനെ ഫോൾഡ് ചെയ്യുക അല്ലെങ്കിൽ ട്വിസ്റ്റിംഗ് ഒക്കെ നടത്തുന്നു. സോ ആ സ്ട്രക്ചറിനെയാണ് എന്ത് പറയുന്നത്? സെക്കൻഡറി സ്ട്രക്ചർ. കണ്ടോ, ആൽഫ ഹെലിക്സ് വരും, ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ്സ് ഒക്കെ വരുന്നു അല്ലേ. ഇനി മൂന്നാമത്താണ് എന്ത്? ടെറീഷ്യറി പ്രോട്ടീൻ സ്ട്രക്ചർ. അതായത് ഒരു പ്രോട്ടീൻ്റെ 3 ഡയമെൻഷണൽ ഫോൾഡിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെറീഷ്യറി പ്രോട്ടീൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നാലാമത്തത് എന്താ? ക്വാർട്ടേർണറി ആണ്. അതായത് ചില പ്രോട്ടീൻസിൽ നമുക്ക് 2 or more പോളിപെപ്റ്റൈഡ് ചെയിൻസ് കാണാൻ പറ്റും. ആ ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻസിൻ്റെ അറേഞ്ച്മെൻറ്റ് ഇവിടെ നോക്കൂ. ഇതൊരു പോളിപെപ്റ്റൈഡ് ചെയിൻ ആണ്, ഇത് രണ്ടാമത്തെ ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ ആണ്. അപ്പോൾ ഈ ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് ഏതിൽ വരുന്നത്? ഒരു പ്രോട്ടീൻ്റെ ക്വാർട്ടേർണറി സ്ട്രക്ചറിൽ വരുന്നത് അല്ലേ. ഓക്കെ, നമ്മുടെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ദ അമിനോ ആസിഡ്സ് ആർ ഹെൽഡ് ടുഗെദർ ഇൻ എ പ്രോട്ടീൻ ബൈ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഒരു പ്രോട്ടീൻ ഉണ്ടാക്കിയിട്ടുള്ളത് അമിനോ ആസിഡ്സ് വെച്ചിട്ടാണ് അല്ലേ. നമുക്കറിയാം ഒരു ചുമര് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ത് വെച്ചിട്ടാണ്? നമ്മുടെ ബ്രിക്സ് വെച്ചിട്ടാണ് അല്ലേ, ഇഷ്ടിക വെച്ചിട്ടാണ്, അല്ലെങ്കിൽ താബൂക്ക് വെച്ചിട്ടാണ്. പക്ഷെ ഈ ഒരു ഇഷ്ടിക അല്ലെങ്കിൽ താബൂക്ക് വെറുതെ വെച്ചാൽ അത് അങ്ങനെ ഒരു ചുമരിൻ്റെ മേലെ ഇരിക്കുമോ? ഇല്ല. അവർ ഒപ്പം ഇങ്ങനെ അടക്കായിട്ട് അവിടെ ഒരുമിച്ച് ഇരിക്കണമെങ്കിൽ അവരുടെ ഇടയിൽ എന്തെങ്കിലും വേണം. അതേപോലെ തന്നെയാണ് നമ്മൾ പ്രോട്ടീൻസിൽ അമിനോ ആസിഡ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഓരോ അമിനോ ആസിഡ്സിനും എന്താണ്? ഒപ്പം ഇങ്ങനെ പിടിച്ചു നിർത്തണമെങ്കിൽ ആ അമിനോ ആസിഡ്സിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ബോണ്ട് വേണം അല്ലേ. അതെന്ത് ബോണ്ടാണ്? കൊവാലന്റ് ബോണ്ട്, ഹൈഡ്രജൻ ബോണ്ട്, പെപ്റ്റൈഡ് ബോണ്ട്, ഓൾ ഓഫ് ദി അബവ്. ഏതായിരിക്കും? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇതിൻ്റെ ആൻസർ. ഏതാണ് വരിക? പെപ്റ്റൈഡ് ബോണ്ടാണ് വരുന്നത് അല്ലേ. എന്താണ്? പെപ്റ്റൈഡ് ബോണ്ടാണ്. ഇനിയിപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് ആണെങ്കിൽ അതെന്തായിരിക്കും? ഗ്ലൈക്കോസിഡിക് ബോണ്ടായിരിക്കും. ഓക്കെ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് എ പെപ്റ്റൈഡ് ബോണ്ട് വാട്ട് ഈസ് എ കെമിക്കൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ്? 2 അമിനോ ആസിഡ്സ് തമ്മിൽ ഒരു പെപ്റ്റൈഡ് ബോണ്ടിൻ്റെ ഫോർമേഷൻ നടക്കുന്നുണ്ട്. അവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടൻസേഷൻ, കാർബോക്സിലേഷൻ, ഡീഹൈഡ്രോജനേഷൻ, എലിമിനേഷൻ ഓഫ് എ വാട്ടർ മോളിക്യൂൾ. എന്താ? കണ്ടൻസേഷൻ എന്ന് പറയുമ്പോൾ ഒരു അഡീഷൻ റിയാക്ഷൻ ആണ്. കാർബോക്സിലേഷൻ എന്ന് പറയുമ്പോഴും അത് തന്നെയാണ്, ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ ആഡ് ചെയ്യുന്നു. ഡീഹൈഡ്രോജനേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഹൈഡ്രജനെ റിമൂവ് ചെയ്യുന്നു. പിന്നെ എലിമിനേഷൻ ഓഫ് എ വാട്ടർ മോളിക്യൂൾ. ഏതാണ് വരിക? പെപ്റ്റൈഡ് ബോണ്ടിൻ്റെ ഫോർമേഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? പെപ്റ്റൈഡ് ബോണ്ടിൻ്റെ ഫോർമേഷൻ നടക്കുവാണ്. സോ എന്ത് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്? ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി ആണ് വരിക അല്ലേ. എന്താണ് സംഭവിക്കുന്നത്? എലിമിനേഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾ. ഒരു വാട്ടർ മോളിക്യൂളിൻ്റെ റിമൂവൽ ആണ് അല്ലെങ്കിൽ എലിമിനേഷൻ ആണ് നടക്കുന്നത് അല്ലേ. നോക്കൂ, ഇവിടെ 2 അമിനോ ആസിഡ്സ് ഉണ്ട്. ഒരു അമിനോ ആസിഡ്സിൻ്റെ കാർബോക്സിൽ ഗ്രൂപ്പും മറ്റു അമിനോ ആസിഡിൻ്റെ അമിനോ ഗ്രൂപ്പും തമ്മിലാണ് പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ നടക്കുമ്പോൾ നോക്കൂ, ഒരു HO 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും H2O, ഒരു വാട്ടർ മോളിക്യൂൾ എന്താണ്? റിമൂവ് ആയി പോകുന്നുണ്ട് അല്ലേ. എന്നിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ നടക്കുന്നത് അല്ലേ. സോ ഇതാണ് എന്ത്? ഇവിടുത്തെ പെപ്റ്റൈഡ് ബോണ്ട് വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഒരു വാട്ടർ മോളിക്യൂളിൻ്റെ എലിമിനേഷൻ ആണ് നടക്കുന്നത് വൈൽ ഫോർമേഷൻ ഓഫ് എ പെപ്റ്റൈഡ് ബോണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സെലക്ട് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് പ്രോട്ടീൻസ്. പ്രോട്ടീൻസിനെ കുറിച്ചിട്ടുള്ള തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വേണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. Majority of proteins are composed of 40 to 4000 amino acids. Proteins form true solutions in water.
The nature of the amino acids determine the isoelectric pH of a protein. The proteins are least soluble at isoelectric pH. അപ്പോൾ നമ്മുടെ പ്രോട്ടീൻസിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. തന്നിരിക്കുന്നതിൽ ഏതോ ഒരു പ്രോപ്പർട്ടി എന്താണ്, തെറ്റായിട്ടുള്ള പ്രോപ്പർട്ടി ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അത് ഏതാണെന്ന് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. ഏതായിരിക്കും? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാണ് വരിക? The answer is ഓപ്ഷൻ ബി അല്ലേ വരിക. പ്രോട്ടീൻസ് ഫോം ട്രൂ സൊല്യൂഷൻസ് ഇൻ വാട്ടർ. പ്രോട്ടീൻസ് ട്രൂ സൊല്യൂഷൻസ് ഫോം ചെയ്യോ? ഇല്ല. അവരെന്താണ്? അവർ കൊളോയിഡൽ സൊല്യൂഷൻസ് ആണ് ഫോം ചെയ്യുന്നത്. ട്രൂ സൊല്യൂഷൻസ് അല്ല ഫോം ചെയ്യുന്നത്. ബാക്കി ഇതിൽ തന്നിരിക്കുന്ന എല്ലാതും എന്താണ്? കറക്റ്റ് ആണ്. പക്ഷെ ഓപ്ഷൻ ബി ആണ് തെറ്റ് വരുന്നത്. ബിക്കോസ് പ്രോട്ടീൻസ് വാട്ടറിൽ കൊളോയിഡൽ സൊല്യൂഷൻസ് ആയിരിക്കും ഫോം ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, 10ാമത്തെ ക്വസ്റ്റ്യൻ. At isoelectric pH, proteins dash. Isoelectric pHൽ പ്രോട്ടീൻസ് ബാക്കി നമ്മൾ ഫില്ല് ചെയ്യാം. Exist as Zwitter ions and are electrically neutral. അതായത് അവർക്ക് ചാർജ് അവിടെ എന്താണ്? 0 ആണ്. Electrically neutral means equal positive and negative charge. That means 0 ആണ്. They have maximum precipitability. They have least buffering capacity. All of the above. അപ്പോൾ ഏതായിരിക്കും? ഐസോ ഇലക്ട്രിക് പി എച്ച് ആണ്. ഐസോ ഇലക്ട്രിക് പി എച്ചിൽ പ്രോട്ടീൻസിൻ്റെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനുള്ള കഴിവ് എങ്ങനെയാണ്? അവർ ബഫറായിട്ട് ആക്ട് ചെയ്യാനുള്ള കഴിവ് എങ്ങനെയാണ്? ഇനി സിറ്റർ അയോൺസ് ആണോ? അവരുടെ ചാർജ് എന്താണോ? അതൊക്കെയാണ് നമ്മളിവിടെ പറയേണ്ടത്. അപ്പോൾ ഐസോ ഇലക്ട്രിക് പി എച്ച് ആണ്. വാട്ട് വിൽ ഹാപ്പൻ? ഏതായിരിക്കും? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, അതോ ഡി ആണോ? ഓൾ ഓഫ് ദി അബവ് ആണ് വരിക. നോ ഡൗട്ട് ദ ആൻസർ ഇസ് ഓൾ ഓഫ് ദി അബവ് ആണ് വരുന്നത് അല്ലേ. ബിക്കോസ് ഐസോ ഇലക്ട്രിക് പി എച്ചിൽ അവിടെ എന്താണ്? ആ ഒരു പ്രോട്ടീൻ മോളിക്യൂളിൻ്റെ ന്യൂട്രൽ ചാർജ് എന്താണ്? 0 ആയിരിക്കും. അതായത് ന്യൂട്രൽ അല്ല, ടോട്ടൽ ചാർജ് എന്താണ്? ഒന്നല്ലെങ്കിൽ ന്യൂട്രൽ അല്ലെങ്കിൽ 0 ആയിരിക്കും. ബിക്കോസ് അവിടെ ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് ആണ് ഉണ്ടായിരിക്കുക. സിറ്റർ അയോൺ ആയിട്ടും ആക്ട് ചെയ്യുക. പിന്നെ അതിൻ്റെ പ്രസിപ്പിറ്റബിലിറ്റി എന്തായിരിക്കും? ഹയസ്റ്റ് പ്രസിപ്പിറ്റബിലിറ്റി. ബഫറിംഗ് കപ്പാസിറ്റി ആണെങ്കിലും വളരെ കുറവായിരിക്കും. സോ ഓൾ ഓഫ് ദി അബവ് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ഐസോ ഇലക്ട്രിക് പി എച്ച് ഓഫ് കാസീൻ. ഐസോ ഇലക്ട്രിക് പി എച്ച് എന്ന് പറയുമ്പോൾ ദ പി എച്ച് അറ്റ് വിച്ച് a protein exists as Zwitter ion അല്ലെങ്കിൽ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിട്ടിരിക്കുന്ന പി എച്ചിനെയാണ് നമ്മൾ ഐസോ ഇലക്ട്രിക് പി എച്ച് എന്ന് പറയുന്നത്. അപ്പോൾ കാസീൻ്റെ ഐസോ ഇലക്ട്രിക് പി എച്ച് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാസീൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മുടെ മിൽക്കിൽ കാണുന്ന പ്രോട്ടീൻ ആണ് അല്ലേ, കാസീൻ. ഓക്കെ, 1.7, 6.4, 4.6, 5.0. എത്രയായിരിക്കും കാസീൻ്റെ പി എച്ച്, ഐസോ ഇലക്ട്രിക് പി എച്ച് വരുന്നത്? ഇറ്റ് ഈസ് അത് ഓപ്ഷൻ സി ആയിട്ടുള്ള 4.6 ആണ് കാസീനിൻ്റെ ഐസോ ഇലക്ട്രിക് പി എച്ച് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. പ്രോട്ടീൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് അബൌട്ട് ഡാഷ് ഓഫ് ദി സെല്ലുലാർ ഡ്രൈ വെയ്റ്റ്. ഒരു സെല്ലിൻ്റെ ഡ്രൈ വെയ്റ്റ് നോക്കുകയാണെങ്കിൽ അതിൽ എത്രത്തോളമാണ് പ്രോട്ടീൻസ് വരുന്നത് എന്നതാണ് ക്വസ്റ്റ്യൻ. 30%, 50%, 70%, 25%. എത്രയായിരിക്കും? ഒരു സെല്ലിൻ്റെ ഡ്രൈ വെയ്റ്റ് ആണ് നോക്കുന്നത്. അപ്പോൾ പ്രോട്ടീൻസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, എത്രത്തോളം പ്രോട്ടീൻസ് ആ ഒരു സെല്ലിൽ കാണപ്പെടുന്നു, എത്രയാണ്? 30% കാൽ ഭാഗമാണോ, അതോ പകുതിയോളം ഉണ്ടോ, അതോ മുക്കാ ഭാഗമാണോ, എത്രത്തോളാണ്? ദ ആൻസർ ഇസ് ഓപ്ഷൻ ഏതാണ് വരിക? ഇറ്റ് ബി ആണ് അല്ലേ. പകുതിയോളം ഭാഗമാണ്, 50% ആണ് പ്രോട്ടീൻസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. ഓക്കെ, 13ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് എലമെൻറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് അബൌട്ട് 13 to 19% ഇൻ പ്രോട്ടീൻസ്. നമ്മൾ പ്രോട്ടീൻസിൻ്റെ എലമെൻറ്റൽ കോമ്പോസിഷൻ പഠിച്ചതാണ്. പ്രോട്ടീൻസിൽ കാർബൺ കാണുന്നുണ്ട്, ഹൈഡ്രജൻ കാണുന്നുണ്ട്, ഓക്സിജൻ കാണുന്നുണ്ട്, നൈട്രജൻ കാണുന്നുണ്ട്. അതുകൂടാതെ ചെറുതായിട്ട് കുറച്ചൊക്കെ സൾഫറും കാണുന്നുണ്ട് അല്ലേ. ഇതാണ് നമ്മുടെ പ്രോട്ടീൻസിൻ്റെ എലമെൻറ്റൽ കോമ്പോസിഷൻ വരുന്നത്. അപ്പം അതിൽ ഏതോ ഒരു എലമെൻറ്റ് ഏകദേശം എത്ര കാണുന്നുണ്ട്? 13 മുതൽ 19% വരെ കാണുന്നുണ്ട്. അത് ഏത് എലമെൻ്റ് ആണ് എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു എലമെൻ്റൽ കോമ്പോസിഷൻ വെച്ചിട്ട് നമ്മൾ ആ എലമെൻറ്റിനെ കണ്ടുപിടിക്കണം.
നൈട്രജൻ, കാർബൺ, ഓക്സിജൻ, ഹൈഡ്രജൻ. ഏതായിരിക്കും? നൈട്രജൻ, കാർബൺ, ഓക്സിജൻ, ഹൈഡ്രജൻ. ഏതാണ് നമ്മുടെ ആൻസർ വരിക? The answer is ഏതാണ്? ഇറ്റ് ഈസ് നൈട്രജൻ ആണ് അല്ലേ. 13-19% വരുന്നത് ആരാണ്? നൈട്രജൻ ആണ്. ഏറ്റവും കൂടുതൽ കാണുന്നത് എന്താണ്? കാർബൺ ആണ്. 50-55% വരും. അതിനുശേഷം ഓക്സിജൻ 19-24% കാണുന്നുണ്ട്. പിന്നെ നൈട്രജൻ 13-19% ഉണ്ട്. ഹൈഡ്രജൻ കുറച്ചേ ഉള്ളൂ, 6-7.3%. സൾഫർ വളരെ കുറച്ച്, 0-4%. ചില പ്രോട്ടീൻസിൽ മാത്രമാണ് നമുക്ക് സൾഫർ കാണാൻ പറ്റത്തുള്ളൂ. അതാണ് 0-4% വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സെലക്ട് ദ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ. കറക്റ്റായിട്ട് മാച്ച് ചെയ്ത പെയർ നമ്മൾ കണ്ടുപിടിക്കണം. കൈലോ മൈക്രോൺസ് ഡൈസാക്രൈഡ്സ്, തയമിൻ RNA, ഗ്ലൈക്കോസിഡിക് ബോണ്ട് LDL, ആർജിനിൻ സെമി എസെൻഷ്യൽ. ഒരു അവിയൽ പരുവം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. കൈലോ മൈക്രോൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിപ്പിഡാണ്. ഡൈസാക്രൈഡ് എന്ന് പറഞ്ഞാലോ കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പം ഇതെല്ലാം കറക്റ്റായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നില്ല. ഇനി തയമിൻ ഒരു ബേസ് ആണ് അല്ലേ. നൈട്രജൻ ബേസ് ആണ് RNA. തയമിൻ RNAയിൽ കാണുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. ഏതിലാണ് കാണുക? DNA-യിലാണ്. അപ്പം അതും തെറ്റാം. ഗ്ലൈക്കോസിഡിക് ബോണ്ട് കാർബോഹൈഡ്രേറ്റ്സിലാണ്. LDL ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ എന്താണ്? ലിപ്പിഡാണ്. അപ്പം ഇവരും എന്താണ്? കറക്റ്റ്ലി മാച്ച് ചെയ്തിട്ടില്ല. ലാസ്റ്റ് ആർജിനിൻ ഒരു അമിനോ ആസിഡ് ആണ്. സെമി എസെൻഷ്യൽ ആണോ? ആർജിനിൻ സെമി എസെൻഷ്യൽ അമിനോ ആസിഡ് ആണോ? ആണോ? ആകണം അല്ലേ. അത് മാത്രമാണ് ഇനി ബാക്കി വരുന്ന ഒരു ഓപ്ഷൻ. അപ്പോൾ ഏതാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത്? ആർജിനിൻ ആണല്ലേ. ബിക്കോസ് ആർജിനിൻ ഈസ് എ സെമി എസെൻഷ്യൽ അമിനോ ആസിഡ് ആകുന്നു. ഇനി കൈലോ മൈക്രോൺസിന് കറക്റ്റ് ചെയ്താൽ വരിക LDL. തൈമിന് ഇവിടെ RNA പകരം ശരിക്കും ആരാ വരേണ്ടത്? DNA ആണ് വരേണ്ടത്. ഗ്ലൈക്കോസിഡിക് ബോണ്ട് ആവുമ്പോൾ ഡൈസാക്രൈഡ്സ്, ആർജിനിൻ സെമി എസെൻഷ്യൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The process of protein precipitation by the addition of neutral salts is known as. അപ്പോൾ നമ്മൾ അമോണിയം സൾഫേറ്റ് ഒക്കെ പോലത്തെ ന്യൂട്രൽ സോൾട്സ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ, ലാർജ് എമൗണ്ടിൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ പ്രോട്ടീൻസിൻ്റെ precipitation നടക്കുന്നു. ആ പ്രോസസ്സിനെ എന്താണ് വിളിക്കുക എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. സാച്ചുറേഷൻ, സോൾട്ടിങ് ഇൻ, സോൾട്ടിങ് ഔട്ട്, നൺ ഓഫ് ദി അബവ്. അപ്പോൾ അതല്ലെങ്കിൽ സോൾട്ടിങ് ഇൻ ആണ് അല്ലെങ്കിൽ സോൾട്ടിങ് ഔട്ടാന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. അത് ഏതാണെന്ന് ചിലപ്പോൾ ഒരു ഡൗട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതായിരിക്കും? ന്യൂട്രൽ സോൾട്സിൻ്റെ അഡീഷൻ കാരണം പ്രോട്ടീൻസിൻ്റെ precipitation നടക്കുവാണ്. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്നതാണ് എന്ത്? ഓപ്ഷൻ ബി ആണോ സി ആണോ? ഏതാണ് വരിക? അത് ആൻസർ ഇസ് ഓപ്ഷൻ സി, സോൾട്ടിങ് ഔട്ട് ആണ് അല്ലേ. അപ്പോൾ അമോണിയം സൾഫേറ്റ് അല്ലെങ്കിൽ സോഡിയം സൾഫേറ്റ് പോലത്തെ ന്യൂട്രൽ സോൾട്സ് ആഡ് ചെയ്യുമ്പോൾ പ്രോട്ടീൻസിൻ്റെ precipitation നടക്കുമ്പോൾ അതിനെയാണ് നമ്മൾ സോൾട്ടിങ് ഔട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ പ്രോട്ടീൻ ഇൻ്ററാക്ഷൻ കൂടുതലായിട്ട് മോളിക്യൂൾസിൻ്റെ അഗ്രിഗേഷൻ നടക്കുന്നു ആൻഡ് അവിടെ precipitation നടക്കും. ഇനി നമ്മൾ ചെറിയ അമൗണ്ടിൽ ന്യൂട്രൽ സോൾട്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ പ്രോട്ടീൻസിൻ്റെ സൊല്യുബിലിറ്റി ഇൻക്രീസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് എന്താണ്? അവിടെ പ്രോട്ടീൻ ഇൻ്ററാക്ഷൻ കുറയുവാണ് ചെയ്യുന്നത്. ബിക്കോസ് സോൾട്ട് കോൺസെൻട്രേഷൻ കുറയുക. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് നോൺ ആസ് സോൾട്ടിങ് ഇൻ എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രോട്ടീൻ precipitation ആണെങ്കിൽ സോൾട്ടിങ് ഔട്ട്. പ്രോട്ടീൻ സൊല്യുബിലിറ്റി ആണ്, സൊല്യുബിൾ ആവുകയാണെങ്കിലോ അവിടെ എന്താണ്? സോൾട്ടിങ് ഇൻ ആണ് നടക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചൂസ് ദ ഇൻകറക്റ്റ് ഓപ്ഷൻ. തെറ്റായിട്ടുള്ള ഓപ്ഷൻ വേണം കണ്ടുപിടിക്കാൻ. ഇത് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ്റെ റിമൈനിങ് ആണ്. നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. സോൾട്ടിങ് ഔട്ട് ഇൻക്രീസസ് പ്രോട്ടീൻ ഇൻ്ററാക്ഷൻ. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എന്താ? ഇത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോൾട്ടിങ് ഇൻ ഡിക്രീസസ് പ്രോട്ടീൻ ഇൻ്ററാക്ഷൻ. അതും നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ശരിയായിട്ടുള്ളൊരു ഓപ്ഷനാണ്. ഓർഗാനിക് സോൾവെൻറ്റ്സ് ഹൈഡ്രേറ്റ് ദ പ്രോട്ടീൻ മോളിക്യൂൾ ആൻഡ് കോസ് precipitation. ഓർഗാനിക് സോൾവെൻറ്റ്സ് പ്രോട്ടീൻ മോളിക്യൂൾസിനെ ഹൈഡ്രേറ്റ് ചെയ്തിട്ട് അവിടെ precipitation നടത്തുന്നു. പോസിറ്റീവ്ലി ചാർജ്ഡ് ഹെവി മെറ്റൽസ്
കോസ് പ്രോട്ടീൻ precipitation. അപ്പോൾ ഓപ്ഷൻ ബിയും എയും ബിയും അല്ല നമ്മുടെ ആൻസർ എന്ന് നമുക്ക് മനസ്സിലായി. ഇനി സി ആണോ ഡി ആണോ? ഏതായിരിക്കും നമ്മുടെ ആൻസർ വരിക? ഓർഗാനിക് സോൾവെൻസും പോസിറ്റീവ്ലി ചാർജ്ഡ് ഹെവി മെറ്റൽസും പ്രോട്ടീൻസിന് precipitation നടത്തുന്നുണ്ട്. പക്ഷെ അത് തന്നിരിക്കുന്നത് ശരിയാണോ? ഏതാണ് നമ്മുടെ ആൻസർ വരിക? ഇൻകറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഇതിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ് വരിക. ബിക്കോസ് ഓർഗാനിക് സോൾവെൻസ് പ്രോട്ടീൻ മോളിക്യൂൾസിന്റെ precipitation നടത്തുന്നത് അതിൻ്റെ ഹൈഡ്രേഷൻ നടത്തിയിട്ടല്ല, പകരം എന്താണ്, ഡീഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടാണ് അല്ലേ? അങ്ങനെയാണ് എന്ത് നടത്തുന്നത്? precipitation നടത്തുന്നത്. അതുകൊണ്ടാണ് ഓപ്ഷൻ സി അവിടെ ഇൻകറക്റ്റ് ഓപ്ഷൻ ആയത്. ഓക്കെ, അടുത്തത് നമ്മുടെ പ്രോട്ടീൻസിന്റെ കളർ റിയാക്ഷനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ സാക്കഗുച്ചി ടെസ്റ്റ് ഡിറ്റക്ട്സ് ഡാഷ് ഇൻ പ്രോട്ടീൻ. പ്രോട്ടീൻസിലെ ഏത് ഗ്രൂപ്പിനെയാണ് സാക്കഗുച്ചി ടെസ്റ്റ് വെച്ചിട്ട് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്? സൾഫ് ഹൈഡ്രിൽ ഗ്രൂപ്പ്, ഇമൈഡസോൾ റിംഗ്, ഗ്വാനിഡിനോ ഗ്രൂപ്പ്, ഫീനോളിക് ഗ്രൂപ്പ്. ഏത് ഗ്രൂപ്പിനെ ആയിരിക്കും നമ്മൾ സാക്കഗുച്ചി ടെസ്റ്റ് വെച്ചിട്ട് ഡിറ്റക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക? The answer is ഏതാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? The answer is ഓപ്ഷൻ സി ആയിട്ടുള്ള ഗോനിഡിനോ ഗ്രൂപ്പ്. അത് സാക്കഗുച്ചി ഗോനിഡിനോ അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. എസും ജി ഒക്കെ നമ്മൾ ഏകദേശം ഒരേപോലെ എഴുതുക. അപ്പോൾ അങ്ങനെ നോക്കി വെച്ചാൽ സാക്കഗുച്ചി ടെസ്റ്റ് ആണെങ്കിൽ ഗോനിഡിനോ ഗ്രൂപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇമൈഡസോൾ റിംഗ് ഇൻ അമിനോ ആസിഡ്സ് ആൻഡ് പ്രോട്ടീൻസ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ വിച്ച് ഓഫ് ദി ഫോളോയിങ് ടെസ്റ്റ്? വീണ്ടും കളർ റിയാക്ഷൻസ് ഓഫ് പ്രോട്ടീൻ ആണ്. ഇവിടെ ഇമൈഡസോൾ റിങ്ങിനെ ഏത് ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാം? പോളീസ് ടെസ്റ്റ്, മില്യൻസ് ടെസ്റ്റ്, സാന്തോപ്രോട്ടിക് റിയാക്ഷൻ, സാക്കഗുച്ചി ടെസ്റ്റ്. സാക്കഗുച്ചി ടെസ്റ്റ് എല്ലാം നമുക്കിപ്പോൾ അറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത് എന്തിനാണ്? ഗ്വാനിഡിനോ ഗ്രൂപ്പിനെ ഡിറ്റക്ട് ചെയ്യാനാണ്. അപ്പോൾ ഇമൈഡസോൾ റിങ്ങിൻ്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ്? ദ ആൻസർ ഇസ് ഓപ്ഷൻ ഏതാണ് വരിക? ഓപ്ഷൻ എ, പോളീസ് ടെസ്റ്റ് ആണ് അല്ലേ? ഏതാണ് വരിക? പോളീസ് ടെസ്റ്റ് ആണ്. നമുക്കിവിടെ എല്ലാ ടെസ്റ്റും ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ബയൂററ്റ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ പെപ്റ്റൈഡ് ബോണ്ടിനെ ഡിറ്റക്ട് ചെയ്യുന്നതാണ് ബയൂററ്റ് റിയാക്ഷൻ. ഇൻഹൈഡ്രൻ റിയാക്ഷൻ ആണെങ്കിലോ ആൽഫ അമിനോ ആസിഡ്സിനെ ഡിറ്റക്ട് ചെയ്യുന്നതാണ് ഇൻഹൈഡ്രൻ റിയാക്ഷൻ. സോ എല്ലാ പ്രോട്ടീൻസും എന്ത് ചെയ്യുന്നു? ഇൻഹൈഡ്രൻ റിയാക്ഷൻ, ബയൂററ്റ് റിയാക്ഷൻ ഒക്കെ ആൻസർ ചെയ്യും. നെക്സ്റ്റ്, സാന്തോപ്രോട്ടിക് റിയാക്ഷൻ ആണെങ്കിൽ ആരോമാറ്റിക് അമിനോ ആസിഡ്സിലെ ബെൻസീൻ റിങ്ങിനെയാണ് എന്ത് ചെയ്യുന്നത്? സാന്തോപ്രോട്ടിക് റിയാക്ഷൻ ആൻസർ ചെയ്യുന്നത് അല്ലേ? ഒരു ബെൻസീൻ റിങ്ങിനെ വരയ്ക്കാൻ. ഓക്കെ, സെറ്റ്. ഇനി അടുത്തത് മില്യൻസ് റിയാക്ഷൻ ആണെങ്കിലോ ഫീനോളിക് ഗ്രൂപ്പിനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. ഹോപ്കിൻസ് കോൾ റിയാക്ഷൻ ആണെങ്കിൽ ഇൻഡോൾ റിംഗ്, സാക്കഗുച്ചി ആണെങ്കിൽ ഗോനിഡിനോ, നൈട്രോപ്രൊസർ റിയാക്ഷൻ വെച്ചിട്ട് സൾഫൈഡ്രിൽ ഗ്രൂപ്പ്, സൾഫർ ടെസ്റ്റ് വെച്ചിട്ടും സൾഫൈഡ്രിൽ ഗ്രൂപ്പ്സ്, പോളീസ് ടെസ്റ്റ് വെച്ചിട്ട് ഇമൈഡസോൾ റിംഗ്, ഫോളിൻ സിയോസാൽക്യൂ ടെസ്റ്റ് വെച്ചിട്ട് ഫീനോളിക് ഗ്രൂപ്പ്. ഓക്കെ, അപ്പം അത് കഴിഞ്ഞു. 19ാമത്തെ ക്വസ്റ്റ്യൻ, which among the following is not a simple amino acid? ഒരു സിമ്പിൾ അമിനോ ആസിഡ് അല്ലാത്തത് ഏതാണെന്നാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിച്ചപ്പോൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ വരുന്നതായിരുന്നു സിമ്പിൾ അമിനോ ആസിഡ്. അപ്പോൾ സിമ്പിൾ അമിനോ ആസിഡ് അല്ലാത്തത് ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഗ്ലൈസീൻ, അലനീൻ, വെലൈൻ, സെറൈൻ. ഏതൊക്കെയാണ്? ഗ്ലൈസീൻ ഉണ്ട്, അലനിൻ ഉണ്ട്, വെലൈൻ ഉണ്ട്, സെറൈൻ ഉണ്ട്. ഏതായിരിക്കും സിമ്പിൾ അമിനോ ആസിഡ് അല്ലാത്തത് ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഗ്ലൈസീൻ, അലനിൻ, വെലൈൻ, സെറൈൻ. ദ ആൻസർ ഈസ്, ഇതെനിക്ക് തോന്നുന്നു നന്നായി പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ അമിനോ ആസിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ എന്തായാലും എസെൻഷ്യൽ അമിനോ ആസിഡ്സും നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സും ഏതാന്നുള്ളത് എന്തായാലും പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ സിമ്പിൾ അമിനോ ആസിഡ് അല്ലാത്തത് ആരാണ്? സെറൈൻ ആണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ സിമ്പിൾ അമിനോ ആസിഡ്സിൽ? അവരൊക്കെ വരും ഗ്ലൈസീൻ, അലനീൻ, വെലൈൻ, ല്യൂസിൻ ആൻഡ് ഐസോല്യൂസിൻ. ഈ 5 ആൾക്കാരാണ് നമ്മുടെ ഏറ്റവും സിമ്പിൾ സ്ട്രക്ചർ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണിത്.
ഏറ്റവും സിമ്പിൾ സ്ട്രക്ചർ ഉള്ള അമിനോ ആസിഡ്സ് ഏതൊക്കെയാണ്? ഗ്ലൈസീൻ, അലനിൻ, വാലൈൻ, ഐസോല്യൂസിൻ, ല്യൂസിൻ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, എ സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്. ഏത് അമിനോ ആസിഡിലാണ് സൾഫർ ഉള്ളത്? ത്രിയോണിൻ, മെത്തയോണിൻ, ഐസോല്യൂസിൻ, ഓൾ ഓഫ് ദി അബോവ്. ഐസോല്യൂസിൻ എല്ലാം നമ്മളിപ്പോൾ പറഞ്ഞു, അതൊരു സിമ്പിൾ അമിനോ ആസിഡ് ആണ്. ഇനി ത്രിയോണിൻ, മെത്തയോണിൻ, ഓൾ ഓഫ് ദി അബോവ് എല്ലാം നമുക്കറിയാം, ബിക്കോസ് ഐസോല്യൂസിൻ വരുന്നില്ല. അപ്പോൾ ത്രിയോണിൻ ആണോ മെത്തയോണിൻ ആണോ സൾഫർ അടങ്ങിയിട്ടുള്ള അമിനോ ആസിഡ്? ഏതാണ് ആൻസർ വരിക? സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ് ഇസ് മെത്തയോണൈൻ. മെത്തയോൺ അല്ലാതെ ഒരു അമിനോ ആസിഡും കൂടെ ഉണ്ടല്ലോ സൾഫർ കണ്ടെയ്നിങ്, അതേതാണ്? സിസ്റ്റീൻ. സിസ്റ്റീനും മെത്തയോണിനുമാണ് സൾഫർ അടങ്ങിയിട്ടുള്ള അമിനോ ആസിഡ്സ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് നോട്ട് ആൻ ആരോമാറ്റിക് അമിനോ ആസിഡ്. ആരോമാറ്റിക് അമിനോ ആസിഡ് അല്ലാത്തത് ആരാണ്? ഫീനൈലലനീൻ, ടൈറോസിൻ, ആസ്പരാജിൻ, ട്രിപ്റ്റോഫാൻ. ഇതിൽ ആരായിരിക്കും ആരോമാറ്റിക് അമിനോ ആസിഡ് അല്ലാത്തത്? ഫീനൈലലനിൻ ആണോ, ടൈറോസിൻ ആണോ, ആസ്പരാജിൻ ആണോ, ട്രിപ്റ്റോഫാൻ ആണോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എളുപ്പം കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും. ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ് അല്ലേ. ആസ്പരാജിൻ ആണ് ഏത് ആരോമാറ്റിക് അമിനോ ആസിഡ് അല്ലാത്തത്. ബാക്കിയുള്ള 3 ആൾക്കാർ ഫീനൈലലനിനും ടൈറോസിനും ട്രിപ്റ്റോഫാനും എല്ലാവരും എന്താണ്? ആരോമാറ്റിക് അമിനോ ആസിഡ്സ് ആകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് നോൺ പോളാർ അമിനോ ആസിഡ്സ്. അപ്പോൾ ബേസ്ഡ് ഓൺ ചാർജിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. അതിൽ പോളാർ അമിനോ ആസിഡ്സ് ഉണ്ട്, നോൺ പോളാർ അമിനോ ആസിഡ്സ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ നോൺ പോളാർ അമിനോ ആസിഡ്സിനെ കുറിച്ചിട്ടുള്ള തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. Also called hydrophobic amino acids. They have a positive charge on the R group. Alanine, leucine are examples, all of the above. എന്തായാലും ഈ എല്ലാ സ്റ്റേറ്റ്മെന്റും എന്താണ്? തെറ്റാകില്ല അല്ലേ. അപ്പോൾ ഓൾ ഓഫ് ദി അബോവ് എന്ന ഓപ്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട. ബാക്കി 3 ഓപ്ഷൻസിൽ തെറ്റായിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. നോൺ പോളാർ അമിനോ ആസിഡ്സിനെ കുറിച്ചിട്ടാണ്. നന്നായി വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ആൻസർ സെലക്ട് ചെയ്യുക. സോറി, ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ? ആൻസർ ഇസ് ഓപ്ഷൻ ഏതാ വരിക? ബി ആണ് അല്ലേ. നോൺ പോളാർ അമിനോ ആസിഡ്സ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ആർ ഗ്രൂപ്പിന് സൈഡ് ചെയിൻ്റെ മേലെ പോസിറ്റീവ് ചാർജ് ഉണ്ടായിരിക്കുമോ? ഒരിക്കലും ഉണ്ടായിരിക്കത്തില്ല, ബിക്കോസ് ദേ ആർ നോൺ പോളാർ അമിനോ ആസിഡ്സ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദി ഫോളോയിങ് ഇസ് എ പോളാർ അമിനോ ആസിഡ് വിത്ത് നെഗറ്റീവ് ആർ ഗ്രൂപ്പ്? അപ്പോൾ പോളാർ അമിനോ ആസിഡ് ആണ്. ഇനി അതിലുള്ള ചാർജ് ഏതാണ്? നെഗറ്റീവ് ആണ് കേട്ടോ. നെഗറ്റീവ് ചാർജ് ആണ് ഉള്ള അമിനോ ആസിഡ്, പോളാർ അമിനോ ആസിഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആസ്പാർട്ടേറ്റ്, ല്യൂസിൻ, ടൈറോസിൻ, സെറൈൻ. ഏതായിരിക്കും? നെഗറ്റീവ് ചാർജ് ആണ്. അത് വെച്ചിട്ട് നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാം. നെഗറ്റീവ് ചാർജ് ഉള്ളത് ആർക്കാണ്? ആസ്പാർട്ടേറ്റിൻ ആണോ, ല്യൂസിൻ ആണോ, ടൈറോസിൻ ആണോ, സെറൈൻ ആണോ? ദ ആൻസർ ഇസ് ഓപ്ഷൻ എ ആയിട്ടുള്ള ആസ്പാർട്ടേറ്റ്. നെഗറ്റീവ് ചാർജ് ഉള്ള പോളാർ അമിനോ ആസിഡ്സ് ആരൊക്കെയാണ്? ആസ്പാർട്ടിക് ആസിഡ് അല്ലെങ്കിൽ ആസ്പാർട്ടേറ്റ് എന്നും പറയാം, ഗ്ലൂട്ടാമിക് ആസിഡ് അല്ലെങ്കിൽ ഗ്ലൂട്ടാമേറ്റ് എന്നും പറയാം അല്ലേ. ഓക്കെ. 24ാമത്തെ ക്വസ്റ്റ്യൻ, who is the essential amino acid in the following? എസെൻഷ്യൽ അമിനോ ആസിഡ് ഏതാന്ന് വേണം കണ്ടുപിടിക്കാൻ. 4 ആൾക്കാരുണ്ട്, അതിൽ എസെൻഷ്യൽ അമിനോ ആസിഡ് ആരാണ്? അലനിൻ, സെറൈൻ, സിസ്റ്റീൻ, ഫിനൈലലനീൻ. എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഏതാന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം എന്ത് ചെയ്യാം? നോൺ എസെൻഷ്യൽ ഏതാന്ന് പഠിക്കാം. ഇതിൽ 2 അമിനോ ആസിഡ്സ് തന്നെ നമുക്ക് സെമി എസെൻഷ്യൽ ഉണ്ട്. 10 എന്താണ്? നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആണ്. പിന്നെ 2 സെമി എസെൻഷ്യൽ, ബാക്കി 8 എസെൻഷ്യൽ അമിനോ ആസിഡ്സിൽ വരുന്നുള്ളൂ. അപ്പോൾ അത് സുഖമായിട്ട് പഠിച്ചു വെക്കാം 8 ഏതാണ്. അപ്പോൾ ഇതിൽ എസെൻഷ്യൽ അമിനോ ആസിഡ് ഏതാണ്? അലനിൻ ആണോ, സെറൈൻ ആണോ, സിസ്റ്റീൻ ആണോ, ഫീനൈൽ അലനിൻ ആണോ? ദ ആൻസർ ഇസ് ഏതാ? ഓപ്ഷൻ ഡി ആയിട്ടുള്ള ഫീനൈൽ അലനിൻ ആണ് അല്ലേ. ആരാണ് വരിക? ഫീനൈൽ അലനിൻ ആണ് വരിക. ഇനി ബാക്കി എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആർജിനിൻ, വാലൈൻ, ഹിസ്റ്റിഡിൻ,
ഐസോല്യൂസിൻ, ല്യൂസിൻ, ലൈസിൻ, മെത്തയോണിൻ, ഫീനൈലലനിൻ, ത്രിയോണിൻ, ട്രിപ്റ്റോഫാൻ. അല്ലേ? ഇതില് രണ്ടാൾക്കാർ ആരൊക്കെയാണ്? ആർജിനിനും ഹിസ്റ്റിഡിനും എന്താണ്? ഇവർ രണ്ടാൾക്കാരും സെമി എസെൻഷ്യൽ ആണ്. ആർജിനിനും ഹിസ്റ്റിഡിനും എന്താണ്? സെമി എസെൻഷ്യൽ ആണ്. ബാക്കി വെലൈൻ, ഐസോല്യൂസിൻ, ല്യൂസിൻ, ലൈസിൻ, മെത്തയോണിൻ, ഫീനൈലലനിൻ, ത്രിയോണിൻ, ട്രിപ്റ്റോഫാൻ ആണ് എന്ത്? എസെൻഷ്യൽ, ട്രൂ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. 8 ആൾക്കാരാണ്. ഈ 8 ആൾക്കാരെ പേര് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നും ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എളുപ്പം ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പ്രൊലൈൻ ഈസ് എ ഡാഷ്. പ്രൊലൈൻ ഈസ് എ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് ആണോ, ഇമ്യൂണോ ആസിഡ് ആണോ, എസെൻഷ്യൽ ഇമ്യൂണോ ആസിഡ് ആണോ, നോൺ ഡിസ്പെൻസബിൾ അമിനോ ആസിഡ് ആണോ, ബോത്ത് എ ആൻഡ് ബി ആണോ? അപ്പൊ നമ്മൾക്ക് എസെൻഷ്യൽ എല്ലാം നമുക്ക് മനസ്സിലായില്ലേ, കാരണം ഇതിൽ ആരില്ല? പ്രൊലൈൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് എസെൻഷ്യൽ അമിനോ ആസിഡ് എല്ലാം നമുക്കറിയാം. ഇനി ബോത്ത് എ ആൻഡ് സി ആണോ, അതോ എ ആണോ സി ആണോ? ഏതാ വരിക? നോൺ എസെൻഷ്യൽ ഇമ്യൂണോ ആസിഡ് ആണോ, നോൺ ഡിസ്പെൻസബിൾ അമിനോ ആസിഡ് ആണോ, ബോത്ത് എ ആൻഡ് ബി ആണോ? ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു സിമ്പിൾ ക്ലൂ ആണ് ഈ ഒരു ഇമ്യൂണോ ആസിഡ് എന്നുള്ള ഓപ്ഷൻ. പ്രൊലൈൻ എന്താണ്? ഇമ്യൂണോ ആസിഡ് ആണ് നമുക്കറിയാം അല്ലെ. ഓൾസോ അതെന്താണ്? നോൺ എസെൻഷ്യലും കൂടിയിട്ടാണ്. നോൺ എസെൻഷ്യൽ അല്ലെങ്കിൽ നമുക്ക് ഇത് പറയാം ഡിസ്പെൻസബിൾ ഇമ്യൂണോ ആസിഡ് ആണ് ആര്? പ്രൊലൈൻ വന്നിട്ടുള്ളത്. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഐസോല്യൂസിൻ ഈസ് എ ഡാഷ്. ഐസോല്യൂസിൻ എന്താ? glycogenic amino acid, ketogenic amino acid, glycogenic and ketogenic amino acid, none of the above. കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നമ്മൾ നന്നായി പഠിച്ചാലേ നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഓരോന്നിൻ്റെയും എക്സാമ്പിൾ അടക്കം പഠിച്ചാലേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഐസോല്യൂസിൻ ഈസ് എ ഡാഷ്. എന്താണ്? ഗ്ലൈക്കോജനിക് അമിനോ ആസിഡ് ആണോ, കീറ്റോജനിക് ആണോ, അതോ ബോത്ത് ഗ്ലൈക്കോജനിക് ആൻഡ് കീറ്റോജനിക് അമിനോ ആസിഡ് ആണോ, അതോ ഒന്നുമല്ല നൺ ഓഫ് ദി അബവ് ആണോ വരിക? ദ ആൻസർ ഇസ് ഓപ്ഷൻ എ, ബി, സിയിൽ ഏതാണ്? ഓപ്ഷൻ സി ആയിട്ടുള്ള ബോത്ത് ഗ്ലൈക്കോജനിക് ആൻഡ് കീറ്റോജനിക് അമിനോ ആസിഡ് ആണ് ഏത്? ഐസോല്യൂസിൻ വരുന്നത് അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കീറ്റോജനിക് അമിനോ ആസിഡ്സ് ഇൻക്ലൂഡ്. കീറ്റോജനിക് അമിനോ ആസിഡിൽ ആകെ 2 ആൾക്കാരാണ് വരുന്നുള്ളൂ. ആകെ 2 അമിനോ ആസിഡ്സ് മാത്രമാണ് കീറ്റോജനിക് അമിനോ ആസിഡ് ഉള്ളൂ. അപ്പോൾ അത് ആരൊക്കെ ആയിരിക്കും? ലൈസീൻ ആൻഡ് സിസ്റ്റീൻ, ല്യൂസിൻ ആൻഡ് ലൈസിൻ, ഗ്ലൈസീൻ ആൻഡ് ല്യൂസിൻ, സെറൈൻ ആൻഡ് ത്രിയോണിൻ. 2 ആൾക്കാർ മാത്രമേ ഉള്ളൂ. ആരാണ് ആ പെയർ? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഇത് ഓർത്ത് വയ്ക്കാൻ നമുക്ക് എളുപ്പമാണ്. ബിക്കോസ് ഈ 2 പേരുടെയും പേര് സ്റ്റാർട്ട് ചെയ്യുന്നത് എൽ വെച്ചിട്ടാണ്. ഏത് ഓപ്ഷൻ അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ. ദ ആൻസർ ഇസ് ല്യൂസിൻ ആൻഡ് ലൈസിൻ. ല്യൂസിനും ലൈസിനുമാണ് എന്ത്? ദ വൺ ആൻഡ് ഓൺലി കീറ്റോജനിക് അമിനോ ആസിഡ്സ്. ഓക്കെ, ഹൗ മെനി അമിനോ ആസിഡ്സ് ക്യാൻ ഹ്യൂമൻ ബോഡി സിന്തസൈസ്? അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് എത്രത്തോളം അമിനോ ആസിഡ്സിന് സിന്തസൈസ് ചെയ്യാൻ പറ്റുന്ന ചോദിച്ചിരിക്കുന്നത്. അതായത് എത്രത്തോളം നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഉണ്ട്. ബിക്കോസ് നമ്മുടെ ബോഡിക്ക് സിന്തസൈസ് ചെയ്യാൻ പറ്റും. സോ അവരെന്താണ്? നമ്മുടെ ബോഡിക്ക് നോൺ എസെൻഷ്യൽ ആണ്. അപ്പോൾ എത്ര എണ്ണം വരും? 8 ആൾക്കാർ എസെൻഷ്യൽ ആണെങ്കിൽ 2 ആൾക്കാർ സെമി എസെൻഷ്യൽ ആണെങ്കിൽ ബാക്കി എത്ര ആൾക്കാർ നോൺ എസെൻഷ്യൽ ഉണ്ട്? ടോട്ടൽ 20 ആണല്ലോ നമ്മുടെ സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സ്. അപ്പം എത്ര ആൾക്കാരാണ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്? 10 ആൾക്കാരാണ് അല്ലേ. ദ ആൻസർ ഇസ് 10 ആണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്സ്? കുറേ നേരമായി കുറേ ക്വസ്റ്റ്യൻ്റെ സെമി എസെൻഷ്യൽ പറയുന്നത്. ഹിസ്റ്റിഡിനും ആർജിനിനുമാണ് സെമി എസെൻഷ്യൽ എന്ന് പറഞ്ഞു. ഇനി എന്താണ് ഈ ഒരു സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്സ്? The amino acids which can be synthesized by adults and not by growing children. The amino acids which can be synthesized by growing children and not by adults. The amino acids which can be partially synthesized by human body. ഏതായിരിക്കും വരിക? ബോത്ത് എ ആൻഡ് സിയും കൂടെ ഉണ്ട്. ഏതായിരിക്കും? സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആണ്. ആർജിനിനും ഹിസ്റ്റിഡിനുമാണ് സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. എന്താണ് സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ? ദ ആൻസർ ഇസ് ഓപ്ഷൻ
എ ആണല്ലേ വരിക. അഡൾട്ട്സിന് സിന്തസൈസ് ചെയ്യാൻ പറ്റും, പക്ഷെ വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് സിന്തസൈസ് ചെയ്യാൻ പറ്റാത്ത അമിനോ ആസിഡ്സിനെയാണ് നമ്മൾ സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. രണ്ടാൾക്കാരാണ് സെമി എസെൻഷ്യൽ, ദാറ്റ് ഇസ് ഹിസ്റ്റിഡിനും ആർജിനിനുമാണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലെ. അമിനോ ആസിഡ്സ് വിത്ത് OH ഗ്രൂപ്പ്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അടങ്ങിയിട്ടുള്ള അമിനോ ആസിഡ്സ് ആരൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 അമിനോ ആസിഡ്സിലാണ് ഈ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് കാണുന്നത്. ആ 2 ആള് ആരൊക്കെയാണ്? മെത്തയോണിൻ ആൻഡ് സിസ്റ്റീൻ, സെറൈൻ ആൻഡ് മെത്തയോണിൻ, ത്രിയോണിൻ ആൻഡ് സെറൈൻ, ത്രിയോണിൻ ആൻഡ് മെത്തയോണൈൻ. ആരൊക്കെയായിരിക്കും ഇതിൽ? മെത്തയോണിനും സിസ്റ്റീനും എന്താ നമ്മൾ ഓൾറെഡി ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്. ഇപ്പൊ തന്നെ നമുക്ക് ഉത്തരം കിട്ടിയില്ലേ? എല്ലാ ഓപ്ഷനിലും മെത്തയോണിൻ സിസ്റ്റീനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്നുണ്ട്. അപ്പൊ ഏതായിരിക്കും നമ്മുടെ ആൻസർ വരിക? OH ഗ്രൂപ്പ്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അടങ്ങിയിട്ടുള്ള അമിനോ ആസിഡ്സ് ആണ് ആരൊക്കെ? ത്രിയോണൈൻ ആൻഡ് സെറൈൻ. ആരൊക്കെയാണ്? ത്രിയോണൈൻ ആൻഡ് സെറൈനിലാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇന്നത്തെ റിവിഷൻ ക്ലാസ് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ക്ലാസ്സൊക്കെ ഇതേപോലെ കുറേ വട്ടം എടുത്തതാണ്. പിന്നെയും നമ്മൾ റിവിഷൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ക്ലാസ്സിലെ പോയിന്റ്സ് പിന്നെയും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്രയും അത് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തന്നെ ഉണ്ടായിരിക്കും. ഇതിൻ്റെ ബാക്കി റിവിഷൻ ക്ലാസ്സുമായിട്ട് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്നതാണ്. അപ്പോൾ അതുവരെ എല്ലാവർക്കും താങ്ക്